പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കർഷക സമരം അവസാനിപ്പിക്കുന്നതിൽ അന്തിമ തീരുമാനം ഇന്ന്. താങ്ങുവിലയിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ സംയുക്ത കിസാൻ മോർച്ച, രാഷ്ട്രീയേതര വിഭാഗം, കർഷക സംഘടനകൾ വൈകിട്ട് യോഗം ചേർന്ന് തീരുമാനം അറിയിക്കും. സമരത്തിനിടെ ഒരു കർഷകൻ കൂടി ഹൃദയാഘാതം മൂലം മരിച്ചു. ശംഭു അതിർത്തിയിൽ നിന്നും നിതിൻ അംബുജൻ ചേരുന്നു. നിതിൻ, വൈകിട്ടത്തെ ചർച്ചയിൽ എങ്ങനെയാണ് പ്രതീക്ഷ വെക്കേണ്ടത്? സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ താങ്ങുവിലയിൽ സർക്കാർ മുന്നോട്ട് വെക്കുന്ന ഈ നിർദ്ദേശത്തിൽ തൃപ്തരാണോ സംഘടനകൾ? ഹാഷ്മി, സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങളിൽ കർഷക സംഘടനകൾക്കിടയിൽ എന്തായാലും രണ്ടഭിപ്രായം ഉയർന്നിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ സംയുക്തമായി തന്നെ ഇന്ന് വൈകിട്ട് യോഗം ചേരും. അതിനുശേഷം മാത്രമേ ഒരു ഏകാഭിപ്രായത്തിലേക്ക് കർഷക സംഘടനകൾ എത്തുകയുള്ളൂ. നിലവിലിപ്പോൾ കർഷക സംഘടനകൾ ഖനൌരിയിൽ, അതായത് മറ്റൊരു അതിർത്തിയിൽ സമരം ചെയ്യുന്ന ഒരു കർഷകൻ ഹൃദയാഘാതം മൂലം മരിച്ചിരുന്നു. അവിടേക്ക് ഇപ്പോൾ കർഷക സംഘടനാ നേതാക്കൾ പോയിരിക്കുകയാണ്. വന്നതിന് ശേഷം വീണ്ടും ശംഭു അതിർത്തിയിൽ യോഗം ചേരും. വൈകിട്ടോടുകൂടി യോഗം ചേരും. അതിനുശേഷം 7 മണിയോടുകൂടി തന്നെ വാർത്താ സമ്മേളനം നടത്തി നിലപാട് അറിയിക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും കർഷക സംഘടനകളെല്ലാം തന്നെ ഇപ്പോൾ അതിലൊരു ഏകാഭിപ്രായത്തിൽ എത്തിക്കൊണ്ട് തീരുമാനം അറിയിക്കുമെന്നാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. സർക്കാർ മുന്നോട്ട് വെച്ച പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങൾ പയർവർഗ്ഗങ്ങൾ, ചോളം, പരുത്തി എന്നിവ സഹകരണ സംഘങ്ങൾ വഴി കുറഞ്ഞ താങ്ങുവിലേക്ക് വാങ്ങും എന്നാണ് ഇപ്പോൾ സർക്കാർ കഴിഞ്ഞ ദിവസം, അത് ഇന്നലെ നടത്തിയ ചർച്ചയിൽ പുതുതായി മുന്നോട്ട് വെച്ച നിർദ്ദേശം. അതിനായി NCCF, അതോടൊപ്പം നഫഡ് എന്നീ സഹകരണ സംഘങ്ങൾ വഴിയാകും ഇവയെല്ലാം വാങ്ങുക. അത്തരമൊരു നിർദ്ദേശത്തിലാകും ഇന്ന് പ്രധാനമായും കർഷക സംഘടനകളെല്ലാം തന്നെ യോഗം ചേരുക. എന്തായാലും എല്ലാ വിളകൾക്കും താങ്ങുവില ഉറപ്പാക്കുന്ന നിയമനിർമ്മാണം വേണം എന്നൊരാവശ്യമാണ് ഒരു വിഭാഗം കർഷക സംഘടനകൾ മുന്നോട്ട് വയ്ക്കുന്നത്. ഈ ഒരു കാര്യത്തിലാകും ഇന്ന് വൈകിട്ടത്തെ ചർച്ചയിൽ പ്രധാനമായും തീരുമാനം അറിയിക്കുക. അതുവരെ കർഷകർ ശംഭു അതിർത്തിയിൽ സമാധാനപരമായി തന്നെ സമരം ചെയ്യുമെന്നും അറിയിച്ചിട്ടുണ്ട്. ഇനി അഥവാ ചർച്ചയിൽ സർക്കാർ മുന്നോട്ട് വെച്ച നിർദ്ദേശങ്ങൾ അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നാണ് നിലപാടെങ്കിൽ മറ്റന്നാൾ ഫെബ്രുവരി 21-ന് കർഷകർ ഡൽഹിയിലേക്ക് നീങ്ങാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിന് മുൻപായി തന്നെ ഇന്ന് വൈകിട്ട് യോഗം ചേർന്ന് നിലപാട് അറിയിക്കും. ആ നിലപാട് സമരമായി മുന്നോട്ട് പോവുകയാണ് എന്നാണെങ്കിൽ ഒരുപക്ഷെ ഒരു ദിവസം കൂടി സർക്കാരിന് ഒരു കാലതാമസം നൽകാനാണ് ഇപ്പോൾ ആലോചിക്കുന്നത്. അതിനിടയിൽ സർക്കാർ മറ്റൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചില്ല എങ്കിൽ എന്തായാലും സമരമായി മുന്നോട്ട് പോകാനാകും തീരുമാനിക്കുക. എന്തായാലും നിലവിൽ ഇപ്പോൾ സമാധാനപരമായി തന്നെയാണ് ശംഭു അതിർത്തിയിൽ സമരം മുന്നോട്ട് പോകുന്നത്. കഴിഞ്ഞ 4 ദിവസമായി തന്നെ ശംഭു അതിർത്തിയിൽ കർഷകരുടെ തമ്പടിച്ചിരിക്കുന്നു. ഇതിൽ ആദ്യത്തെ ദിവസം ഒഴികെ ബാക്കി എല്ലാ ദിവസവും സമാധാനപരമായി പോകുന്നു. എന്തായാലും ചർച്ചയിലൂടെ രമ്യമായി പരിഹരിക്കുക. അതിൽ കർഷകർ എന്തായാലും ഇന്ന് തന്നെ സമരം അവസാനിപ്പിക്കുന്ന പ്രതീക്ഷയാണ് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്നത്. ഇന്ന് വൈകിട്ടത്തെ ചർച്ചയിൽ അന്തിമ തീരുമാനമെടുക്കും. അതിനുശേഷം വൈകിട്ട് 7 മണിക്ക് വാർത്താ സമ്മേളനം നടത്തിയാകും കർഷക സംഘടനകൾ നിലപാട് അറിയിക്കുക. നിതിൻ അംബുജനാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. പഞ്ചാബ് ഹരിയാന അതിർത്തിയിലെ കർഷക സമരം അവസാനിപ്പിക്കുന്നതിന് അന്തിമ തീരുമാനം ഇന്ന് വൈകിട്ടാണ്. ആ ചർച്ച വിജയിക്കുമെന്ന് കാത്തിരുന്ന് കാണാം.